ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ തൊടുപുഴയിലാണ്. ഇടുക്കിയുടെ ക്യാപിറ്റലായ തൊടുപുഴയിലാണ്. തൊടുപുഴ KSRTC സ്റ്റാൻഡിൻ്റെ അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ ആദ്യം പോകുന്നത് നിർമ്മല കോളേജിലേക്കാണ്. നിർമ്മല കോളേജിലെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് തൊടുപുഴയിലെ ഫുൾ കാഴ്ചകൾ നമുക്ക് കാണാം. ഇതാണ് തൊടുപുഴയിലെ KSRTC സ്റ്റാൻഡ്. ഇത് പുതിയ സ്റ്റാൻഡായിരുന്നു. അപ്പുറത്തായിരുന്നു നേരത്തെ വേറെ സ്റ്റാൻഡ്. ഇത് പുതിയ സ്റ്റാൻഡാണ്. ഇതാണ് തൊടുപുഴ 6. തൊടുപുഴ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് തൊടുപുഴ 6 സ്ഥിതി ചെയ്യുന്നത്. ഇത് പുതിയൊരു ബസ് സ്റ്റാൻഡാണ്. ഇത് കൂടാതെ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുണ്ട്. മൊത്തം 2 ബസ് സ്റ്റാൻഡാണ് തൊടുപുഴയിലുള്ളത്. ഇതാണ് KSRTC സ്റ്റാൻഡാണ് മെയിൻ സ്റ്റാൻഡും, പിന്നെ അപ്പുറം പ്രൈവറ്റ് സ്റ്റാൻഡും. അവിടെയും KSRTC വരുന്നതാണ്. ഇടുക്കിയുടെ ഒരു മെയിൻ കവാടമാണ് തൊടുപുഴ. ഇടുക്കിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പലതും തൊടുപുഴയിലാണ്. ഇവിടുത്തെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് തൊടുപുഴ ശ്രീ മഹാദേവ ക്ഷേത്രം. അങ്ങനെ നല്ല രസമുണ്ട്. നല്ല തണലത്തും ഇതുപോലെ നടക്കാൻ നല്ല സുഖമുണ്ട്. ഞാനിപ്പോൾ തൊടുപുഴയിലൂടെ ഇങ്ങനെ ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണ്. കുടയൊക്കെ ചൂടി നടക്കുകയാണ്. ഇവിടുന്ന് KSRTC സ്റ്റാൻഡ് അവിടുന്ന് ഒരു 2 കിലോമീറ്ററാണ് നിർമ്മല കോളേജിലേക്ക് ഡിസ്റ്റൻസ് കാണിച്ചേക്കുന്നത്. ഞാൻ കോളേജിൽ ലക്ഷ്യമാക്കി പോവുകയാണ്. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂട്. കുടയില്ലാതെ നമുക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അതുപോലെ ചൂടാണെന്ന് വെച്ചാൽ അതുപോലത്തെ ചൂടാണ്. പൊള്ളിപ്പോവും. അങ്ങനെ ഫൈനലി നിർമ്മല കോളേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാറിൻ്റെ കൈവെട്ടിയ കോളേജാണിത്. കോളേജ് നല്ല അടിപൊളി മനോഹരമായൊരു കോളേജാണ് നിർമ്മല കോളേജ്. ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഈ കോളേജ് വരുന്നത്. നേരത്തെ ഒരു എക്സിബിഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ കോളേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഈ കോളേജ് വരുന്നത്. തൊടുപുഴയിലെ ഒരു ഫേമസ് കോളേജാണ് നിർമ്മല കോളേജ്. അവിടുന്ന് നേരെ ഇറങ്ങി ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറി. ഒരു പരിപ്പുവട, തൊടുപുഴ സ്പെഷ്യൽ ചായയും പരിപ്പുവടയും 24 രൂപയായി. ഇതാണ് ഇവിടുത്തെ താലൂക്ക് ഹോസ്പിറ്റൽ. മറ്റേ മനുഷ്യനെ പോലും കാണുന്നില്ല. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചായ അടിപൊളി ചായയായിരുന്നു. പരിപ്പുവട കുഞ്ഞു പരിപ്പുവടയാണ്, കുഴപ്പമില്ല. പിന്നെ ഇതാണ് പള്ളിയുടെ ഒരു വ്യൂ. കോളേജിൻ്റെ ഉള്ളിൽ തന്നെയാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ പള്ളിയുടെ ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് കാണാം. വലിയൊരു ഫാനൊക്കെ ഉണ്ട്. പിന്നെ ക്രിസ്മസ് കഴിഞ്ഞ ഒരു സമയമായതുകൊണ്ട് ക്രിസ്മസിൻ്റെ അലങ്കാരങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് പള്ളിയിലെ സെൻറ്ററിൽ വലിയൊരു ഫാൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ റൗണ്ടിലാണ് ഈ പള്ളി ഇരിക്കുന്നത്. പള്ളി സ്ഥിതി ചെയ്യുന്നത് റൗണ്ട് ഷേപ്പിലാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് കോളേജിൻ്റെ ഒരു മെയിൻ ബ്ലോക്ക്, A ബ്ലോക്ക് എന്ന് പറയും. ഇവിടെയാണ് പ്രിൻസിപ്പളൊക്കെ ഇരിക്കുന്നത്. നല്ല അടിപൊളി മനോഹരമായൊരു കോളേജാണ്. നല്ല ചെറിയ ചെറിയ മരങ്ങളും എന്നാണ് ഇവിടുത്തെ ഗ്രൗണ്ട്. അവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അടിപൊളി കോളേജ്. അങ്ങനെ പള്ളിയുടെ അടുത്തൊരു തന്നെ ഒരു കൂളറൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ തണുത്ത വെള്ളമൊക്കെ അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. ഇതാണ് ചെറിയൊരു ജിംനേഷ്യമൊക്കെ ഉണ്ട്. ഓപ്പൺ ജിംനേഷ്യമൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ പിള്ളേർ തന്നെ സൈക്കിൾ പോളോ കളിക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് സൈക്കിൾ പോളോ കാണുന്നത്. ഇന്ന് വരെ സൈക്കിൾ പോളോ കണ്ടിട്ടില്ല. ഇതാണ് കോളേജിൻ്റെ ഫ്രണ്ട് വശം. മെയിൻ ഒരു ആർച്ചാണ്, അടിപൊളി ആർച്ചാണ്. ഇതാണ് ഇവിടുത്തെ മൈജിയുടെ ഇനാഗുറേഷൻ ഞാൻ കുറച്ചാൾ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. മറ്റേ ഹണി റോസാണ് ആ മൈജി ഇനാഗുറേറ്റ് ചെയ്തത്. അന്ന് എനിക്കൊരു ഗിഫ്റ്റൊക്കെ കിട്ടിയായിരുന്നു. ഇവിടുത്തെ ഒരു അമ്പലമാണ്. അങ്ങനെ സ്റ്റുഡിയോ ലക്ഷ്യമാക്കിയാണ് ഞാനിപ്പോൾ പോകുന്നത്. തൊടുപുഴയിലെ സ്റ്റുഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാല, ഇരാറ്റുപേട്ട, കോട്ടയം ഭാഗങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു സ്റ്റുഡിയോയാണ് തൊടുപുഴയിലെ സ്റ്റുഡിയോ. ഇതാണ് ഇവിടുത്തെ നഗരസഭ. ഇതാണ് കല്യാൺ സിൽക്സ്. ഇതാണ് സ്റ്റുഡിയോ. 3 നിലയിലുള്ളൊരു സ്റ്റുഡിയോയാണ്. ഒരുപാട് വെറൈറ്റി കളക്ഷൻസൊക്കെ. ഞാൻ ആദ്യമായിട്ടാണ് തൊടുപുഴയിലെ സ്റ്റുഡിയോയിൽ കയറുന്നത്. സ്റ്റുഡിയോയുടെ ഉള്ളിൽ കയറി. അപ്പോൾ ഇവിടെ ക്രിസ്മസിൻ്റെയൊക്കെയും ന്യൂ ഇയർ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ഷൂ മേടിച്ചു. അങ്ങനെ ഫൈനലി അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ്ട് വീണ്ടും ഒരു അമ്പലം. ഇതൊരു സെൻട്രൽ ജംഗ്ഷനിൽ വന്നു. ഇതാണ് നമ്മുടെ നഗരസഭ. ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു പാർക്കുണ്ട്, ചിൽഡ്രൻസ് പാർക്കുണ്ട്. 10 രൂപയാണ് എൻട്രൻസ് ഫീസ് വരുന്നത്. വൻ നഷ്ടമായിപ്പോയി. ഞാൻ പാസ്സൊക്കെ എടുത്ത് കയറി കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല. നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഒരു ആനയൊക്കെ നിൽപ്പുണ്ട്. ഇത് കയറിക്കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് വെറുതെ ആയിപ്പോയി. ഇപ്പോൾ കാമുകന്മാർക്കൊക്കെ ആണെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്.
അല്ല സിംഗിളായിട്ട് നടക്കുന്നവർക്കൊന്നും ഇതിൻ്റെ അത് കയറിയിട്ട് ഒരു പ്രയോജനമില്ല. ചുമ്മാ ഇവിടെ ചുറ്റിക്കറങ്ങി 2 മിനിറ്റ് കൊണ്ട് കറങ്ങി വരാം, ഒരു കാര്യമില്ല. പിള്ളേർക്കും ലവേഴ്സിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. നമ്മളെപ്പോലെ സിംഗിൾസിന് പറ്റിയൊരു സ്ഥലമല്ല ഈ പാർക്ക്. 10 രൂപയാണ് റേറ്റ് വരുന്നത്. ആ പാർക്കിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്നു അങ്ങനെ വീണ്ടും നമ്മുടെ ടൗണിലോട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ചെറിയൊരു അടിപൊളി ഒരു പാലം കാണാം. ഈ പാലത്തിൽ കൂടെ നടക്കുമ്പോൾ തന്നെ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നത് ഭയങ്കര ഒരു സൗണ്ടാണ്. നമ്മൾ നടക്കുന്നതിൻ്റെ ആ ഒരു നല്ല രസമുണ്ട്. ഇതാണ് തൊടുപുഴ ആറ്. അടിപൊളിയാണ്, അടിപൊളി വൈബ് എന്ന് വെച്ചാൽ അടിപൊളി വൈബാണ് ഇതിലൂടെ നടക്കാൻ വേണ്ടി. അങ്ങനെ ഫൈനലി നമ്മൾ മെയിൻ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇത് KSRTC ഒരു ബസ് വരുന്നുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് വണ്ടിയൊക്കെ കുറവാണ് തൊടുപുഴയിൽ. എല്ലാം എന്തോ സൺഡേ ഓണല്ല